കൂട്ടായ്മ നല്ല സ്നേഹത്തോട് കൂടിയിട്ട്, കാരണം ഷമി പങ്കെടുക്കുന്ന എല്ലാ ചടങ്ങുകളിലും കൂടെ ഞാനും പോവാറുണ്ട്. ഇത്തരം പരിപാടികളിലൊക്കെ കാണാനും അതുപോലെ തന്നെ ഈ സ്നേഹമൊക്കെ ആസ്വദിക്കാനും ഈ സ്നേഹമൊക്കെ അനുഭവിക്കാനൊക്കെ ഉള്ളതിലൊരു സന്തോഷം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്രയും സ്നേഹത്തോടെ ഇത്രയും നിറഞ്ഞൊരു സദസ്സിൽ ഇത്രയും അഭിമാനത്തോടെ നിൽക്കുമ്പം എനിക്കും ഒരു കണ്ണൂരിൻ്റെ മരുമകനായിട്ടുള്ള ഒരു മകനായിട്ടുള്ള ഒരു ഫീലാണ് നിൽക്കുന്നത്. ഏതായാലും എല്ലാവർക്കും എല്ലാ ആശംസകളും. ഭാവിയിലും പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് ആഷിഖ്, അദ്ദേഹം ഹിറ്റ് എഫ് എമ്മിൻ്റെ തുടക്കം മുതൽ ഞങ്ങളുടെ ഒരു സഹയാത്രികൻ കൂടിയാണ്. അപ്പം അദ്ദേഹത്തിലൂടെ നിങ്ങളുടെ പരിപാടികളെല്ലാം അറിയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഏതെങ്കിലും തരത്തിൽ ഈ ഒരു നമ്മുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന്, മീഡിയയുടെ ഭാഗത്തുനിന്നോ അല്ലാത്ത വ്യക്തിപരമായിക്കൊണ്ടോ എന്തെങ്കിലും തരത്തിലൊരു സംഭാവന നൽകാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഏറെ സന്തോഷമേ ഉള്ളൂ. എല്ലാ ആശംസകളും അർപ്പിക്കും. അടുത്തതായി ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ടാതിഥികൾക്ക് മൊമൻറ്റോ ദാന ചടങ്ങാണ്. ആദ്യമായി ഇ അഹമ്മദ് സാഹിബിന് മൊമൻറ്റോ കൊടുക്കുന്നത് ഫസൽ സിയാലുവട്ടിൽ. ഇ അഹമ്മദ് സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുവാണ് മൊമൻറ്റോ സ്വീകരിക്കാൻ വേണ്ടി. സഹോദരി സഹോദരന്മാരെ, തികച്ചും അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും ഇവിടെ വന്നപ്പോൾ മനസ്സ് നിറയെ സന്തോഷവുമായി ഞാൻ കഴിച്ചു കൂട്ടുകയായിരുന്നു. എൻ്റെ സ്വന്തം നാട്ടിൽ അല്ല, എൻ്റെ വീട്ടിൽ നിങ്ങളെല്ലാം വന്നിരിക്കുന്ന പ്രതീതിയാണ് എനിക്കിവിടെയുള്ളത്. കാരണം നിങ്ങളെല്ലാവരെയും ഇവിടെ കാണുമ്പോൾ എൻ്റെ വീടിനകത്ത് കളിച്ച് വളർന്ന സ്ഥലത്ത് നിങ്ങളെല്ലാവരും വന്നെത്തിയപ്പോൾ നിങ്ങളെങ്ങനെ സ്വാഗതം ചെയ്യണം, സ്വീകരിക്കണം, എന്ത് തരണം എന്ന ഒരു ഓർമ്മയാണ് എൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ എനിക്കിപ്പോഴൊന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ തരുന്ന സന്തോഷവും നിങ്ങൾ തരുന്ന അനുഗ്രഹവും അടക്കമെല്ലാം വാങ്ങുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഏതായാലും നിങ്ങളെല്ലാവരെയും ഇവിടെ കണ്ടതിൽ എനിക്ക് അത്യധികമായ സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള ഒരു സന്ദർഭം ഇനിയും ഉണ്ടായിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ കണ്ട് സംസാരിച്ചു, നിങ്ങൾ തന്ന് ഞാൻ സ്വീകരിച്ചു, ഞാൻ പറഞ്ഞ് നിങ്ങൾ കേട്ട് പോയി, തീർന്നു. അതവിടെ അവസാനിക്കണം. അതിന് തുടർച്ച ഉണ്ടായിരിക്കണം. എപ്പോഴെങ്കിലും ഒരു 6 മാസത്തിലോ ഒരു വർഷത്തിലോ ഒരിക്കൽ ഇങ്ങനെ കൂടിച്ചേരാനുള്ളൊരവസരം ഉണ്ടാകുന്നത് നമുക്കെപ്പോഴും നമ്മുടെ ബന്ധങ്ങൾ പുതുക്കുവാനും നമ്മുടെ നാട്ടിൽ സംബന്ധിച്ച് കൂടുതൽ ഓർമ്മിക്കുവാനും നമ്മുടെ കുടുംബങ്ങളുമായുള്ള ബന്ധം ദൃഢതരമാക്കാനും കൂടി സഹായകമായിരിക്കും. അതിന് വേണ്ടി എല്ലാവരും സഹായിക്കണമെന്നാണ് പറയുന്നത്. എൻ്റെ സഹോദരികളും എൻ്റെ സഹോദരന്മാരുമായി ബുദ്ധിജീവികളടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഞാൻ കണ്ണൂർ സിറ്റിയിൽ ജനിച്ചവനാണ്, കണ്ണൂർ സിറ്റിയിൽ വളർന്നവനാണ്, കണ്ണൂർ സിറ്റിയിൽ ജീവിക്കുന്നവനാണ്. അപ്പോൾ കണ്ണൂർ സിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും കണ്ണൂർ സിറ്റിയിൽ ഉണ്ടാകുന്ന അഭിവൃദ്ധിയും ഉന്നതിയും അതിനുള്ള വികസനവും അതിലെല്ലാം പങ്കാളികളാവേണ്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ജോലി തിരക്കുകൾ കൊണ്ടും ഉത്തരവാദിത്തം കൊണ്ടും പലപ്പോഴും കണ്ണൂർ സിറ്റിയോട് മുഴുവനും നീതി കാണിക്കാൻ കഴിയുന്ന വരികയില്ല. അത് എനിക്ക് തന്നെ അറിയാം. പക്ഷേ ഞാൻ എവിടെ പോയാലും ഒരു കണ്ണൂർ സിറ്റിക്കാരനാണ്. ഞാൻ എവിടെയും അഭിമാനം കൊള്ളുന്നത് ഞാൻ കണ്ണൂർ സിറ്റിയിൽ ജനിച്ചു വളർന്നവനാണെന്നതാണ്. അതെൻ്റെ മനസ്സിൽ എന്തും ഉണ്ടായിരിക്കും, എവിടെയും ഉണ്ടായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ സന്ദർഭത്തിൽ നിങ്ങളെ കണ്ട് 2 വാക്ക് പറയാനെങ്കിലും അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ജീവിതത്തിൽ ഒരുപാട് യോഗങ്ങളിലും മീറ്റിങ്ങുകളിലും സമ്മേളനങ്ങളിലും എല്ലാം പങ്കെടുക്കാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ഭാഗ്യവും കിട്ടിയ ഒരാളാണ് ഞാൻ. പക്ഷേ അതിലെല്ലാം അനുഭവിച്ചതിനേക്കാളധികം ആ ഹൃദയത്തിന് ഒരു ആഹ്ലാദവും സന്തോഷവും സംതൃപ്തിയും ഈ കാട്ടായ്മയെ സംസാരിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത്. അതിന് സമയം തന്ന നിങ്ങളെല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഐക്യവും നമ്മുടെ യോജിപ്പും നമ്മുടെ കൂട്ടായ്മയും ഇനിയും തുടരണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എൻ്റെ ഹൃദയംഗമായ മംഗളം നിങ്ങൾ ഓരോരുത്തർക്കും നേർന്നുകൊള്ളുന്നു. ഒരു കണ്ണൂർക്കാരൻ, കണ്ണൂർ സിറ്റിക്കാരൻ നിലക്ക് സിറ്റിയിൽ ഇങ്ങനെയുള്ള ചടങ്ങുകൾ നിർവഹിക്കുമ്പോൾ കൂടുതൽ പങ്കെടുക്കേണ്ടതും സജീവമായി പ്രവർത്തിക്കേണ്ടതുമായ എനിക്ക് അത് കഴിഞ്ഞില്ല എന്ന ദുഃഖം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമ്മതിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ വരുന്നത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ എല്ലാവരെയും കൂട്ടിപ്പിടിച്ച്
ബുദ്ധിജീവികളും എഴുത്തുകാരികളും നല്ലവരുമായ എൻ്റെ സഹോദരന്മാരെ എല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. കണ്ണൂർ സിറ്റിക്ക് ഒരു പേരുണ്ട്, കണ്ണൂർ സിറ്റിക്ക് ഒരു പെരുമയുണ്ട്, കണ്ണൂർ സിറ്റിക്ക് ഒരു പ്രസിദ്ധിയുണ്ട്. ഈ പേരും പെരുമയും പ്രസിദ്ധിയുമുള്ള കണ്ണൂർ സിറ്റിയെ കണ്ണൂർ സിറ്റിയായി ഉയർത്തുന്നതിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പങ്ക് വഹിക്കണമെന്ന് കൂടി വിനയാനിതനായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സഹോദരൻ എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അടുത്തതായി മൊമെൻറ്റം സ്വീകരിക്കുന്നതിന് വേണ്ടി എഴുത്തുകാരി ഷെമിയെ ക്ഷണിച്ചു കൊടുക്കുന്നു. അത് കൊടുക്കുന്നതിന് വേണ്ടി ടി കെ ഇക്ബാൽ സാഹിബിനെ ക്ഷണിക്കുന്നു. മൊമെൻറ്റം കൊടുക്കുന്നതിന് വേണ്ടി ടി കെ ഇക്ബാൽ സാഹിബിനെയും മൊമെൻറ്റം സ്വീകരിക്കുന്നതിന് വേണ്ടി എഴുത്തുകാരി ഷെമിയെയും ക്ഷണിച്ചു കൊള്ളുന്നു. We are inviting Ahmad Ibrahimi Al-Hamadi to receive the memento. It will be given by Nawaz Mannandavada. അടുത്ത മൊമെൻറ്റം സ്വീകരിക്കുന്നതിന് വേണ്ടി FM 96.7 ന്യൂസ് റീഡർ ഫസലുവിനെ ക്ഷണിക്കുന്നു. അത് കൊടുക്കുന്നതിന് വേണ്ടി നൗഷാദ് തമ്പുരാൻ കണ്ടി. കണ്ണൂർ സിറ്റി ഫെസ്റ്റിനോടനുബന്ധിച്ച് നടന്ന പ്രൗഢോജ്വലമായ ഫുട്ബോൾ ലീഗിലെ സമ്മാനദാനമാണ് അടുത്ത് നടക്കാനിരിക്കുന്നത്. അതിൽ ബെസ്റ്റ് പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ലാവിഷ് ക്ലബിൻ്റെ ഫൈസൽ ബിക്രിയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അത് കൊടുക്കുവാനായി CH അഷ്റഫിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നെക്സ്റ്റ് ബെസ്റ്റ് പ്ലെയർ തൽഹ EA ആനയിടക്ക്. അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി ഫൈസൽ കുട്ട്യാപ്പുറത്തിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ബെസ്റ്റ് ഗോൾ കീപ്പർ അൻഷീർ മൗലാഞ്ചിക്കൽ. അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി അൻഷീർ മൗലാഞ്ചിക്കലിനെയും അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി TP ഖലീലിനെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ബെസ്റ്റ് യൂത്ത് പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന KCBയുടെ അഫ്നാനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി റിയാസ് പ്രമാണിച്ചെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആവേശകരമായ KCFL റിയാസ് പ്രമാണിച്ച് നൗഷാദ് തമ്പുരാൻ കണ്ടി, റസൽ VP, ഫാദർ CR VP, TK ഇക്ബാൽ, CH അഷ്റഫ്, ഫൈസൽ കുട്ട്യാപ്പുറം, അഫ്നാൻ, അൻഷീർ മൗലാഞ്ചിക്കൽ. വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ നിങ്ങളോട് അവതരിപ്പിക്കാനുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധ ഒരു നിമിഷത്തേക്ക് ഇവിടെ തരികയാണെങ്കിൽ, നമ്മുടെ ഈ കണ്ണൂർ സിറ്റി ഫെസ്റ്റ് വിജയിച്ചു. ഒരല്പസമയം എല്ലാവരുടെയും ശ്രദ്ധ ഈ വേദിയിലേക്ക് തരികയാണെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ KCPK കണ്ണൂർ സിറ്റി പ്രവാസി കൂട്ടായ്മ രൂപീകരിച്ചതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്, നമുക്കറിയാം കണ്ണൂർ സിറ്റി പ്രവിശാലമായ ഒരു പ്രദേശമാണ്. ഒരുപാട് ഡെൻസിറ്റി കൂടിയ വലിയൊരു ഏരിയയാണ് നമ്മുടെ സിറ്റി. സിറ്റിയുടെ മറ്റൊരു പ്രത്യേകത, അടുപ്പിൽ ചേരപ്പാമ്പ് പാനാലും ഒരു മനുഷ്യനെയും ഒരാളെപ്പോലും സ്വന്തം അയൽവക്കത്തെ വീട്ടിൽ പോലും സ്വന്തം വീട്ടിലെ വിഷമം അറിയിക്കാൻ താല്പര്യമില്ലാത്തവരാണ് സിറ്റിക്കാർ. നമ്മൾ അടുത്തിടെയായി നമ്മൾ ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ KCPK സജീവമായപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു വസ്തുത,
വളരെ കഷ്ടപ്പെടുന്ന, വളരെ പാവപ്പെട്ട വലിയൊരു വിഭാഗം നമ്മുടെ സിറ്റിയിലുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് നമുക്ക് നമ്മുടെ ഈ കാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് KCPക്ക് ഫീൽഡിൽ ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതിൽ ഒരു ഉദാഹരണം, ഞാൻ ഇവിടെ ദുബൈയിലേക്ക് വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് കണ്ണൂർ ADM, നിങ്ങൾക്ക് അറിയുണ്ടാവും, മുഹമ്മദ് യൂസഫ് സാർ എന്നെ വിളിച്ചൊരു വിഷയം പറയുണ്ടായ, റുഷ്ദി, നാളെ നമ്മളെല്ലാവരും റബ്ബിൻ്റെ കോടതിയിലെത്തുന്ന ഒരു സമയത്ത് നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിൻ്റെ സമയം, നിൻ്റെ യുവത്വം, നിൻ്റെ സമ്പത്ത് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിക്കുന്ന ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു മറുപടി നമുക്ക് കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. അദ്ദേഹം അത് പറയാനുള്ള കാരണം, സിറ്റിയിലൊരു യുവതി ക്യാൻസർ ബാധിച്ച, ഭർത്താവ് ഒഴിവാക്കിയ, പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെയും തട്ടി യൂസുഫ് സാറെ മുമ്പിലേക്ക് ഈ ഉമ്മ പോയി പറയുകയാണ്, ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു വക ഈ സർക്കാരിൻ്റെ വക തരണമെന്ന്. അപ്പോൾ യൂസുഫ് സാർ എന്നോട് ചോദിച്ചു, ഋഷി ഞാൻ എന്താ കൊടുക്കണ്ടേ? സ്ഥലമുണ്ടെങ്കിൽ വീടെടുത്ത് കൊടുക്കാം. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഗവൺമെൻറ് അതിൻ്റേതായ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ മുമ്പിലുണ്ട്. അഭിമാന ഭയം മൂലം ആരും പുറത്ത് പറയുന്നില്ല എന്നതാണ് വസ്തുത. അതേപോലെ നിങ്ങൾക്കൊക്കെ ഒരു വാട്സപ്പ് മെസ്സേജ് ലഭിച്ചിട്ടുണ്ടാവും. ഒരു സഹോദരൻ, ഒരു യതീം കുട്ടിയുടെ കല്യാണ ആവശ്യത്തിന് നിങ്ങൾക്കൊക്കെ വാട്സപ്പ് മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവും. ആ കുട്ടിയുടെ സഹോദരൻ കല്യാണം നടക്കുന്നതിൻ്റെ 4 ദിവസം മുമ്പായിരുന്നു എന്നെ കണ്ടു പറഞ്ഞു, കെട്ടിപ്പിടിച്ച് കരഞ്ഞു പറഞ്ഞു, ശനിയാഴ്ച എൻ്റെ പെങ്ങളെ കല്യാണം നടക്കുകയാണ്, ഉപ്പയില്ല, ആരുമില്ല, ഏതെങ്കിലും രീതിയിൽ സഹായം ചെയ്യാൻ പറ്റുമോ? അന്ന് പലരും, ദുബൈയിൽ നിന്ന് പലരും വിളിച്ചു. KCPയുടെ നേതൃത്വത്തിൽ ഒരു 3 ലക്ഷത്തിനടുത്തൊരു രൂപ നമുക്ക് കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മളൊരു കൂട്ടായ്മയായി, നമുക്കറിയാം കോട്ടയ്ക്ക് താഴെ, നീർച്ചാൽ, സിറ്റി, ചെറക്കൽക്കുളം, താഴത്തെരു, താണ, ആനയിടുക്ക്, എല്ലാവരും എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാ രീതിയിലും ഒരു വ്യവസ്ഥാപിത രൂപം വരികയാണെങ്കിൽ നമുക്ക് ഒരു 10,000 രൂപ കൊടുക്കുന്ന ഒരു ഭവന സഹായം എന്നത് നമുക്കൊരു വീട് തന്നെ എടുത്തു കൊടുക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ KCPയുടെ കൂടെ സഹകരിച്ച് ഉണ്ടാവണമെന്ന് വളരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ നാട്ടിൻ്റെ കേസ് മാത്രമല്ല, ഇവിടെ പ്രവാസികൾ നമുക്കറിയാം 30-40 വർഷം ഇവിടെ ജോലി ചെയ്ത് നാട്ടിലൊന്നും ഒരു മുക്കാൽ കാശിൻ്റെ പൈസ ഇല്ലാതെ പോകുന്നവരാണ് 80% സിറ്റിക്കാരും. 20% മാത്രമാണ് അതിജീവനത്തിനുള്ള മറ്റുള്ള വിഹിതങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അവരെ നമുക്ക് മനസ്സറിഞ്ഞൊന്ന് സഹായിക്കാൻ കഴിയണം പ്രിയമുള്ളവരെ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സമഗ്രമായ ഇടപെടൽ KCPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും സപ്പോർട്ട് നമുക്കുണ്ടാവണം. ഞാനിപ്പോൾ ഈ പരിപാടിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് സിറ്റിയിൽ നിന്ന് ഒരു കോൾ എനിക്ക് വന്നു. കല്യാണത്തലേന്ന് പെണ്ണിൻ്റെ ഉമ്മ വന്ന് പൊട്ടിക്കരഞ്ഞ് പറയുന്നു, നാളെ കല്യാണമാണ്, 5ൻ്റെ പൈസ ഇല്ല. പക്ഷെ അയൽപക്കത്തൊക്കെ ഫുള്ള് സാമ്പത്തികമായി ഹൈ ലെവലുള്ളവരാണ്. പ്രിയമുള്ളവർ, അഭിമാന ഭയം മൂലം സ്വന്തം വിഷമം കടിച്ചിറക്കി അങ്ങനെയുള്ളവരെ കണ്ണുനീരൊപ്പാൻ, അവരുടെ മുഖത്ത് സന്തോഷത്തിൻ്റെ തെളിനീരൊഴുക്കാൻ നമ്മൾ തയ്യാറല്ലേ? റെഡിയാണോ? എന്താരും ഒന്ന് പറയാത്തെ? തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ് വി വിൽ ഡു. ഞങ്ങൾ KCPക്ക് ഈ ഒരു വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി ഇൻഷാ അല്ലാഹ് ഞങ്ങൾ സിറ്റിയുടെ കണ്ണീരൊപ്പാൻ, അതേപോലെ നമ്മളെ പ്രവാസിയുടെ കണ്ണീരൊപ്പാൻ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾ ഇറങ്ങുന്നു. മറ്റൊരു വലിയൊരു പ്രഖ്യാപനം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നടത്തുന്നു. ഈ വരുന്ന 2017 KCPക്ക് കണ്ണൂർ സിറ്റിയിലെ നിർധനരായ 5 യുവതികളുടെ പൂർണ്ണ ചെലവ്, കല്യാണത്തിൻ്റെ പൂർണ്ണ ചെലവ് KCPക്ക് നടത്തുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇവിടെ ദൃഢപ്രതിജ്ഞ എല്ലാവരും ഈ വിഷയത്തിൽ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യണമെന്ന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം നമുക്കറിയാം ഈ പരിപാടിയുടെ മുഴുവൻ ചെലവും അൽഹംദുലില്ലാഹ് സ്പോൺസറാണ് എന്നുള്ളതാണ് വളരെ ഒരു സവിശേഷമായ കാര്യം. കാരണം നമ്മുടെ കമ്മിറ്റിയുള്ളവരും എല്ലാവരും ഈ പരിപാടി അറിഞ്ഞത് മുതൽ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നും പൂർണ്ണ സപ്പോർട്ട്, ഭക്ഷണമായിക്കോട്ടെ ഏത് കാര്യമായിക്കോട്ടെ എല്ലാ തലത്തിലും നമ്മുടെ നാട്ടുകാർ അകമഴിഞ്ഞ വേറൊരു പ്രദേശത്തെ വേറൊരു ആളോട് നമ്മൾ പിരിവിന് പോയിട്ടില്ല. അപ്പോൾ
പറഞ്ഞു വരുന്നത് ഇതിൽ വരുന്ന മുഴുവൻ പൈസയും നമ്മൾ റിലീഫിലേക്ക് വകയിരുത്താനാണ് KCPK തീരുമാനിക്കുന്നത്. അതുകൊണ്ട് വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ ഒരു കാര്യം നിങ്ങളോടുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഞങ്ങളുടെ വളണ്ടിയേഴ്സ് ഒരു കവറ് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ മനസ്സിലാക്കി ഒരു നിയത്ത് വെച്ച് നാളെ റബ്ബിൻ്റെ വക്കിൽ ഒരു പ്രതിഫലം കിട്ടുന്ന ഒരു നിയത്താക്കി മാറ്റി ഈ ഒരു പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പാൻ KCPKയുടെ റിലീഫ് ഫണ്ടിലേക്ക് നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്നത്, ആരെയും നിർബന്ധിക്കുന്നില്ല, ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ പോലും ബലാത്കാരം ഇല്ല എന്നുള്ള ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ കഴിയുന്നവരൊക്കെ ചെറിയൊരു നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സംഭവം KCPKൻ്റെ റിലീഫ് ഫണ്ടിലേക്ക് കൊടുക്കണമെന്ന് വളരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുന്നു. ഈ കവർ നമ്മുടെ വളണ്ടിയേഴ്സ് എല്ലാവരുടെ കയ്യിലും തരും. ഓൺ ദ ടൈം കൊടുത്ത് അതേ സമയം തന്നെ കയ്യിലുള്ള ഒരു സംഭാവന KCPK തരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. 7000 മുകളിൽ പ്രൊഫഷണൽസിനെ UAE സംഭാവന ചെയ്ത ബ്രില്യൻറ്റ് കോളേജ് കണ്ണൂർ സിറ്റി ട്രസ്റ്റിന്റെ ഭാഗമായി സ്പെഷ്യൽ സ്കോളർഷിപ്പ് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏത് കോഴ്സുമാകട്ടെ ക്യാഷ് പ്രൈസ് വിതരണത്തിനായി കാസിം സൗദിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സ്വീകരിക്കുന്നതിന് വേണ്ടി KCFL റണ്ണേഴ്സ് അപ്പ് KCPK ടീം മാനേജേഴ്സ് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഹലോ, ഈ KCPK കിട്ടിയ സംഭാവന ചെയ്യുന്നു. KCPK അടുത്തതായി KCFL ടൂർണമെന്റ് വിന്നേഴ്സ് EA ആനയിടുക്ക് ക്യാഷ് അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് EA മാനേജർ സാബിത് ഹസൻ. ക്യാഷ് അവാർഡ് ദാനത്തിനായി നിസാർ TP. KCFL winners EA manager Sabit Hassan is here to receive the cash prize. It's given by TP Nizar. The second place goes to Fatima Arias Comanche. Fatima Arias. അത് കൊടുക്കുന്നതിന് വേണ്ടി കാസിം KM. Second place goes to Fatima Arias. The first place goes to Shahzad. KCPKയുടെ ഭാരവാഹികളെ ക്ഷണിക്കുകയാണ്.
കണ്ണൂർ സിറ്റി ഫെസ്റ്റിലെ വളരെ ശ്രദ്ധേയമായ ഇനമായ കോൽക്കളി അരങ്ങേറുകയാണ്. We are cordially welcoming Mehfil Raja, Mr. Mujtaba Aziz Raja on the stage. So, for giving memento, we are inviting Mr. Gaffo of KCPK. नहीं मिलता ये वो जज्बा है इंसानी, नसीबा साथ दे जिनका वही देते हैं कुर्बानी।
तेरे नाज वरदानों में हूँ, जिनके पल्ले कुछ नहीं मैं उन खरीदारों में हूँ। जब कहा इशिया से मैंने सख्त लाचारों में हूँ, तो जाग उठी रहमत ना घबरा मैं